സർ, നമുക്കറിയാം ഒരു മാസത്തിന് മേലെയായി ബ്രിട്ടന്റെ F-35 യുദ്ധവിമാനം കേരളത്തിലെത്തിയിട്ട്. അതിന്റെ സാങ്കേതിക തകരാറുകളൊക്കെ പരിഹരിച്ചു. ഇനി പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെയാണ് ബ്രിട്ടൻ അറിയിക്കുന്നത്. പക്ഷേ ഈ അവസരത്തെ കൃത്യമായി മുതലാക്കിയത് കേരള ടൂറിസം വകുപ്പാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ടൂറിസം വകുപ്പ് അതിന്റെ പേരിൽ ഒരു പരസ്യം തന്നെ ഇറക്കി കഴിഞ്ഞു. അതായത് വിമാനം പറയുകയാണ്, കേരളം അതിമനോഹരമായ സ്ഥലമാണ്, എനിക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ലെന്ന്. വളരെ പോസിറ്റീവായിട്ട് കേരള ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന നിലയ്ക്കാണ് KTDC ഈ ഒരു പരസ്യം സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തിയതെങ്കിലും പൊതുവെ അതിന് വരുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ എത്തിപ്പോയാൽ ഇത്തരത്തിൽ യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ ആളുകളോ ഉൾപ്പെടെ സ്റ്റക്കായി പോകുമോ എന്ന്, അല്ലെങ്കിൽ പെട്ടെന്ന് തിരികെ എത്താൻ അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കാൻ സാധിക്കില്ലേ എന്നൊക്കെയുള്ള ഒരു റോങ് മെസ്സേജ് കൂടി ഈ ഒരു പരസ്യത്തിലൂടെ ലഭിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ഈ പരസ്യത്തെ ബ്രിട്ടീഷ് സർക്കാർ ഇതുവരെ ഒബ്ജക്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ കാരണം ഈ യുദ്ധവിമാനം ഇപ്പോഴും ഇവിടെയാണ്. അതുകൊണ്ട് അവർക്ക് ഒന്നും പറയാതെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടേ അവർ പറയത്തുള്ളായിരിക്കും. ഇത് എല്ലാ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിനും എല്ലാ മീഡിയ മെസ്സേജസുകൾക്കും ഒരു നെഗറ്റീവ് വശം കൂടെ ഉണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ KTDC എന്തിന്റെ പേരിലാണ് ഇത് എടുത്തതെന്നുള്ളത്. ഇത് പറഞ്ഞ പോലെ കേരളത്തിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും, മലയാളത്തിൽ പറഞ്ഞാൽ പെട്ടുപോകും എന്നുള്ളൊരു മെസ്സേജും കൂടി ഇതിന്റെ കൂടെ ഉണ്ട്. എത്ര സുന്ദരമാണ് കേരളം, സംശയമില്ല. ഇത് കേരളത്തെ പറ്റിയുള്ള ഒരു ഞാൻ കേട്ടിട്ടുള്ള, ഡൽഹിയിൽ കേട്ടിട്ടുള്ള ഒരു ജോക്കുണ്ട്. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നതാണ്, ദൈവം ഭൂമി സൃഷ്ടിച്ചപ്പോൾ ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ചത് കേരളമാണ്, സംശയമില്ല. അപ്പം സൃഷ്ടി കഴിഞ്ഞപ്പോൾ ഒരു സംശയം ദൈവത്തിന് തോന്നി, ഇത്രയും മനോഹരമാണ് കേരളമെങ്കിൽ സ്വർഗത്തിന് എന്ത് വില? അപ്പോൾ നമ്മുടെ ഈ രാഷ്ട്രീയ നേതാവ് പറയുന്നത്, ദൈവം അപ്പോൾ മലയാളികളെ സൃഷ്ടിച്ചു, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, കുഴപ്പമില്ല, ഇത് സ്വർഗത്തിന് പ്രശ്നമുണ്ടോന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന ഒരു പണിയാണ് എനിക്ക് തോന്നുന്നത് KTDC ചെയ്തേക്കുന്നത്. ശരിയാണ്, ഒരു യുദ്ധവിമാനമാണ് വന്നത്, അത് എങ്ങനെയോ അവിടെ വന്ന് സ്റ്റക്കായി താഴെ ഇറങ്ങി. അതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അതൊരു നെഗറ്റീവ് തിങ്കിങ്ങിനാണ് എനിക്ക് തോന്നുന്നത്. അതായത് കേരളത്തിലെത്തിയ ഇത് പറഞ്ഞാൽ കേരളത്തിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും, തിരിച്ചു പോകാൻ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു ഈ എല്ലാ മെസ്സേജിനും ഒരു സൈക്കോളജിക്കൽ അസോസിയേഷൻസ് ഉണ്ട്. അത് അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും നമ്മൾ പറയുന്നതിനൊക്കെ ആണെങ്കിലും ഒരു സൈക്കോളജിക്കൽ അസോസിയേഷൻ. ആ അസോസിയേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ സർക്കാരിന്റെ ഒരു കോർപ്പറേഷൻ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി കടുപ്പമെന്ന് പറയും. നിങ്ങളുടെ സമൂഹത്തെ പറ്റി നെഗറ്റീവ് രീതിയിൽ ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു ഇതാണ്. നിങ്ങളുടെ ഉദ്ദേശം ഇത് വെച്ച് മുതലെടുക്കുക എന്നുള്ളതാണെങ്കിൽ ലോകത്തെ അറിയിക്കുവാണെങ്കിൽ ഇങ്ങനൊരു ഇവിടെ വന്ന സംഭവം ഉണ്ടായി. ബ്രിട്ടീഷ് നേവി അല്ലെങ്കിൽ റോയൽ എയർഫോഴ്സ് ഒരിക്കലും ഇത് ശരിയാമണ്ണം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം വെച്ചാൽ ആർക്കും ഒരു മനുഷ്യനും ഒരു മനുഷ്യജീവിയും എവിടെയെങ്കിലും പോയി സ്റ്റക്കാകുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് എപ്പോഴും തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് ടൂറിസത്തിൽ. അപ്പൊ ഇപ്പൊ നാളെ ബാങ്കോക്കുകാര് പറയുകയാണ്, നിങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിട്ടുവരാൻ പോകത്തില്ല, നിങ്ങൾ അയക്കത്തില്ല. അപ്പൊ ആൾക്കാർ പേടിച്ചു പോകത്തില്ലേ, നിങ്ങൾ എന്താ അവിടെ കെട്ടിയിടാൻ പോകുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു നമ്മള് സർക്കാരിന്റെ ചുമതലയിലുള്ള, അല്ലെങ്കിൽ ഇത് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ഏജൻസി ആയിരിക്കും, പക്ഷെ സർക്കാരിൽ ഇരിക്കുന്നവരാണ് ഇത് ഓക്കെ ചെയ്യേണ്ടത്. അത് വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടും വളരെ ചിന്തിച്ച് ചെയ്യേണ്ട തീരുമാനങ്ങളാണ്. എനിക്കൊന്ന് KTDC ഇരിക്കുന്നവർ ഇത് ചെയ്തിരിക്കുന്നത് അവർ പുനഃപരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവ് അസോസിയേഷൻസ് ഉള്ള മെസ്സേജിങ്. ഇപ്പോൾ ആനയുടെ കാര്യം മറ്റ് കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ ഇത് ഒരു ഇന്റർനാഷണൽ യുദ്ധവിമാനമാണ്. അത് ജങ്കായി പോയി കേരളത്തിൽ വന്ന എന്ന് പറയുമ്പോൾ അത് കേരളം ഇത്രയും മനോഹരമാണ്, തിരിച്ചു പോകാൻ തോന്നില്ല എന്ന് പറയുന്നത് നമുക്ക് പറയാം. പക്ഷെ വെളിയിൽ നോക്കുമ്പോൾ അതിന്റെ നെഗറ്റിവിറ്റി
ഇറ്റ്സ് മോർ സ്ട്രോങ്ങർ ദാൻ പോസിറ്റിവിറ്റി. ഈ ഒരു സംഗതി കേരള സർക്കാരിന്റെ ഒരു കോർപ്പറേഷൻ തന്നെ ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇല്ലെങ്കിൽ പ്രശ്നമില്ല. പ്രൈവറ്റ് ആരെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് പറയാം അതൊരു പ്രൈവറ്റ് ഏജൻസിയാണ്. ഇത് സർക്കാരാണ് പറയുന്നത്. ഇതേ സംഗതി കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ വന്നപ്പോൾ ആരും ഒബ്ജക്ട് ചെയ്തില്ലല്ലോ. കേരള സ്റ്റോറി എന്നുള്ള സിനിമ കേരളത്തിനെ നെഗറ്റീവായിട്ട് കാണിക്കുന്ന ഒരു 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 സിനിമയാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അതിന്റെ പൊളിറ്റിക്കൽ വശം നമ്മൾ മാറ്റി നിർത്തിട്ട് കേരള സ്റ്റോറി എന്ന് പറഞ്ഞത് അത് വേറെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ പേരെടുത്താണ്. ആരും ഒബ്ജക്ട് ചെയ്തില്ല. പക്ഷെ എല്ലാവർക്കും അറിയാമായിരുന്നു അത് നെഗറ്റീവാണ്. പിന്നെ വന്നപ്പോൾ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞ പോലെ എല്ലാ മെസ്സേജിങ്ങിനും ചില നെഗറ്റിവിറ്റീസ് ഉണ്ട്. അത് നമ്മൾ കാണുക. അത് സർക്കാരായിട്ട് അതിനെ എൻഡോസ് ചെയ്യുമ്പോൾ അത് എനിക്ക് തോന്നുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ പറയും അത് തീരുമാനമെടുത്തവരുടെ വകതിരിവിന് ശരിക്കും പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പൊ ഒന്നുകിൽ അവർക്ക് ഇതിനെ ഈ മെസ്സേജിങ്ങിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. ഒരു കാരണം ഞാനത് പറയാൻ കാരണം ഈ മെസ്സേജിങ് ലോകം ഇപ്പൊ ഇന്റർനെറ്റിന്റെ യുഗമാണ്. ഈ മെസ്സേജ് ലോകത്തിലുള്ള കേരളത്തെ ഗൂഗിൾ ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും കിട്ടും എന്നുള്ളതാണ്. അവിടെയാണ് ഈ പ്രശ്നം. അപ്പൊ അവർക്ക് ആ സംശയം തോന്നിയോ അവിടെ പോയി യുദ്ധവിമാനങ്ങൾ പോലും സ്റ്റക്ക് ആകുന്നത്, നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ളൊരു ചിന്ത വരുക എന്ന് പറഞ്ഞത് അത് ടൂറിസം പ്രൊമോഷൻ അല്ല, ടൂറിസത്തെ നിരുത്സാഹപ്പെടുത്തുകയും നെഗറ്റീവായിട്ട് ബാധിക്കുകയും ഒരു ചിന്തയും കൂടെയാണ്. ഇത് എന്താണ് അങ്ങനെ ചിന്തിക്കുക? ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് രണ്ട് ഇതുണ്ട്. ഒന്ന് നിങ്ങളുടെ സർപ്രൈസ് എലിമെന്റ് അതുണ്ടാവും. ഒരു സർപ്രൈസ് എലിമെന്റിനും പോസിറ്റീവ് അല്ല നെഗറ്റീവ് എലിമെന്റ് കൂടുതലാണെങ്കിൽ, അസോസിയേഷൻസ് കൂടുതലാണെങ്കിൽ സാധാരണ അഡ്വർടൈസ്മെന്റ് കമ്പനികൾ അത് അവോയ്ഡ് ചെയ്യും. ഇത് ഒരു ആൾക്കാർ പറയും ഇത് ബ്രില്യൻ്റ് ഐഡിയ ആണ്, ആൾക്കാർ നോട്ടീസ് ചെയ്യും. ശരിയാണ്. പക്ഷെ ഇത് സ്റ്റക്കായ ഒരു എയർപ്ലെയിനാണ്. അല്ലാതെ ഇതുവരെ പറഞ്ഞിട്ടില്ല, 30 ദിവസമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ. അപ്പൊ ആ ഒരു ഇതിനൊരു ഭയങ്കരമായ നെഗറ്റിവിറ്റി അസോസിയേറ്റ് ഉണ്ട്. ചിലപ്പോൾ ന്യൂസ് വരുന്നുണ്ട് ഈ യുദ്ധവിമാനം പറക്കാൻ കഴിയില്ല. അപ്പോൾ കേരള ടൂറിസം എന്താണ് ഇനി ചെയ്യുന്നത്? അപ്പൊ അത് അവരെ ഒടിച്ചു മടക്കി അല്ലെങ്കിൽ എല്ലാം അൺസ്ക്രൂ ചെയ്ത് തിരിച്ചു കൊണ്ടുപോവാണെങ്കിൽ കേരള ടൂറിസം എന്ത് ചെയ്യും? അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇത് വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. അത് എങ്ങനെ കേരള ടൂറിസത്തിന്റെ അധികാരികൾ ഇത് അനുവദിച്ചു എന്ന് എനിക്കറിഞ്ഞൂടാ. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ഇതിന്റെ നെഗറ്റീവ് കൊണോട്ടേഷൻ മാത്രം അസോസിയേഷൻസ് നോക്കിയാൽ എനിക്ക് തോന്നുന്നില്ല കേരള ടൂറിസത്തെ ശരിക്കും പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇത് സർക്കാരിന്റെ അനുമതിയോടുകൂടി സർക്കാരിന്റെ ഒരു കോർപ്പറേഷൻ ചെയ്യുന്നു എന്ന് വരുന്നത് ഇച്ചിരി എനിക്കാണ് കുറച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. ഇത് പ്രൈവറ്റ് ഏതെങ്കിലും ടൂറിസം ഏജൻസിയോ എന്തെങ്കിലും ചെയ്തെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇറ്റ്സ് സീരിയസ് തിങ്. സർക്കാരിന്റെ ഒരു കോർപ്പറേഷൻ ചെയ്യുന്നത് അതാണ്. നമ്മൾ മലയാളികളുടെ പൊതുവെയുള്ള ഒരു ഇമേജ് ഇല്ലേ കേരളത്തിന്റെ? ഇപ്പം ഇൻഡസ്ട്രിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ ഫാക്ടറി തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകുന്നൊരു ഒരു 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 വസ്തുത നമ്മൾ പറയാതെ പറയുന്നുണ്ട്. നിങ്ങൾ ബിസിനസ് ഈസ് ഓഫ് ബിസിനസ് നമ്പർ 1 എന്നൊക്കെ പറഞ്ഞു നടക്കാമെന്നല്ലാതെ, പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഇൻഡസ്ട്രിയലിസ്റ്റിനോട് ചോദിച്ചു നോക്കുക, അവർ പറയും കേരളത്തിൽ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പൊ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് സംസാരിക്കണം, ഇത് നമ്മൾ ചർച്ചയാക്കണമെന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഇത് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് ആൾക്കാർ കാണുമായിരിക്കും. അത് ഒരു വിധത്തിൽ പറയാം. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം കാണുന്നവർക്ക് ശരിയാണ്. പക്ഷെ ഇത് നെഗറ്റീവ് അസോസിയേഷൻസ്, പ്രത്യേകിച്ച് ഇൻഡസ്ട്രി, ബാക്കിയുള്ളവർ, നോൺ മലയാളീസ് കാണുന്നത് എങ്ങനെയെന്ന് വളരെ വളരെ ചിന്തിച്ചിട്ട് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ പലരും പറയാറുണ്ട്, ഇപ്പം എമ്പുരാൻ സിനിമയ്ക്ക് പറ്റിയ പോലെ ഒരു പ്രശ്നമുണ്ടല്ലോ. നിങ്ങൾ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു മെസ്സേജിങ് അല്ലെങ്കിൽ ഒരു കഥയോ സിനിമയോ വെളിയിലേക്ക് വിടുമ്പോൾ, ഇപ്പോൾ OTT കാലമാണ്, എല്ലാ ലാംഗ്വേജിലും വരും. കുറച്ച് നോൺ മലയാളീസിനെ അത് കാണിച്ചിട്ട് അവരുടെ അഭിപ്രായം, അവരുടെ ഇംപ്രഷൻ എന്താണ് എന്ന് ഒരു ചെറിയ ലിമിറ്റഡ് സ്റ്റഡി നടത്തിയാൽ മാത്രം, ലിമിറ്റഡ് സർവേ എന്ന് പറയത്തില്ലേ, അത് ചെയ്താൽ മാത്രം പറയാം. അവർ പറയും
ഇതിന് പ്രശ്നം ഉണ്ടാക്കും, ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ട്, അതുകൊണ്ട് പക്ഷെ നിങ്ങളുടെ തീരുമാനമാണെന്ന് അവരും പറയും. അത് അങ്ങനെ ഒരു 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 എന്താ പറയുക, ക്ലോസ് ഗ്രൂപ്പ് സ്റ്റഡി എന്നൊക്കെ പറയും, റെസ്പോൺസ് എന്നൊക്കെ പറയും. അത് ചെയ്യാതെ നമ്മൾ ചിന്തിക്കുന്നതെല്ലാം മഹത്തരമാണെന്ന് ചിന്തിക്കുന്നത് ഒരു വിധത്തിൽ പറഞ്ഞ ഇറ്റ്സ് വെരി വെരി സാഡ് ദാറ്റ് ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജിങ് അത് ലോകം മുഴുവനും കാണുവാണ് ഇതിനെപ്പറ്റി. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് യുദ്ധവിമാനം കൊണ്ട് ബ്രിട്ടീഷുകാർ ശരിക്കും ശ്രദ്ധിക്കും, അമേരിക്കക്കാർ ശ്രദ്ധിക്കും, റഷ്യക്കാർ ശ്രദ്ധിക്കും. എന്താ ബ്രിട്ടീഷ് യുദ്ധവിമാനം എങ്ങനെ തിരുവനന്തപുരത്തെത്തി അതിനെപ്പറ്റി അവര് ചിരിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നില്ല ഒരു ഹെൽത്തി ആറ്റിറ്റ്യൂഡ്, ഹെൽത്തി മെസ്സേജിങ്. അത് കേരളത്തിന് എത്ര പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്കറിഞ്ഞൂടാ. നമുക്ക് കുറച്ച് ഐബോൾസ് കിട്ടുമായിരിക്കും, പക്ഷേ അതിന്റെ നെഗറ്റിവിറ്റി നോക്കുമ്പോൾ ആ ഐബോൾസ് എങ്ങനെ പോകുമെന്ന് ആർക്കൊന്നും പറയാൻ പറ്റും. യെസ്, എന്തായാലും വ്യക്തമാണ് സാർ. കേരളം KTDC പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു പുതിയ പരസ്യം ഏത് രീതിയിൽ കേരളത്തിനെ ബാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ചെറിയാൻ സാർ സൂചിപ്പിച്ചതുപോലെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ബ്രിട്ടനിൽ ഈ ഒരു പരസ്യം അവരുടെയൊക്കെ ശ്രദ്ധയിൽ പെടാത്തതാണോ, അല്ലെങ്കിൽ ഇതിവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷം ഇതിൽ പ്രതികരിക്കാം എന്ന് കരുതിയിരിക്കുകയാണോ എന്നറിയില്ല. കാരണം സാങ്കേതിക പിഴവ് കാരണം ഒരു യുദ്ധവിമാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് കുടുങ്ങിക്കിടക്കുന്നത്. അതിനെയും ആഘോഷിക്കുക, അതിനെ ഏതെങ്കിലും രീതിയിൽ സംസ്ഥാനത്തിന് ലാഭകരമാക്കുന്ന രീതിയിലേക്ക് ടൂറിസം വകുപ്പ് അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമോ എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ടായിരുന്നു. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ചെറിയാൻ സർ.